അല്ലെങ്കിലും കുറേ ടീമുകളുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് അറിയായിരിക്കും, പാവ്സ് എന്നൊരു പ്രൊജക്റ്റ്. ടെലിഗ്രാം ഈ ഡോക്സിന് ശേഷം ഭയങ്കര ഇതൊക്കെ തരുമെന്ന് പറഞ്ഞ് മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് ഓൾറെഡി പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്കും കാര്യമൊന്നുമില്ല, അവരുടെ സമയം പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെയൊക്കെ ഒരുപാട് ടീമുകൾ വന്ന് ഭയങ്കര ഇതാണ് അതാണ്. ഞങ്ങൾ ഡേറ്റൊക്കെ ലോഞ്ചിങ് ഡേറ്റ് ലിസ്റ്റിംഗ് ഡേറ്റ് മാറ്റിയല്ലോ, മാർച്ച് 18 അവർ 17 വന്ന് ഞങ്ങൾ മാറ്റുന്നത്. എന്നിട്ട് ഒരു ഇതുമില്ല. അപ്പോഴും എല്ലാവരും ഒന്ന് ചെറിയ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അമ്മാർ തന്നെ സ്കാമർമാർ. അമ്മാർ പറയുന്നത് ബിനാൻസ് ലിസ്റ്റ് ആക്കാനാണ് അതായത്. പക്ഷേ ഒന്നുമില്ല, ഇതൊരു ടെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കറിയാം, ടെലിഗ്രാം ആയിക്കോട്ടെ, ഇപ്പോൾ സൊളാനയുടെ ഇത് വന്ന് ടെലിഗ്രാമിൽ ആദ്യം വന്നിട്ട് പിന്നെ സൊളാനയിലോട്ട് ചേക്കേറിയൊരു പ്രൊജക്റ്റാണ് പാവ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇന്നെലിജിബിലിറ്റി ആയി. ഓക്കെ, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു, എന്തൊക്കെയോ വലിയ സംഭവമാണ്. ഇതാണ് 0.01 വരും, 0.05 വരും, എന്തൊക്കെയായിരുന്നു. അവസാനം ഇത് ലിസ്റ്റായത് നമ്മൾ റിയാലിറ്റി ആയിട്ട് നമ്മളൊരു പ്രൈസ് തിങ്ക് ചെയ്ത് ആ ഒരു പ്രൈസിൽ തന്നെ വന്നു. ഇപ്പോൾ ആ ഒരു പ്രൈസിലോട്ട് തന്നെ ഡംപ് ആയിക്കൊണ്ടിരിക്കുക, 0.30 ഓക്കെ, ഇത് പെപ്പറേച്ചർ ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഒരു പ്രൈസ് കാണിക്കുന്നത് 0.30 വരെ ആയിരുന്നു ഫസ്റ്റ് ലിസ്റ്റിംഗ്. ആ ഒരു സ്റ്റാർട്ടായത് എപ്പോഴും അറിയാമല്ലോ, എല്ലാവരെയും എങ്ങനെ ഇതാക്കാം. ആർക്കും വലിയ ഇതൊന്നുമില്ല. വലിയ ഇൻഫ്ലുവൻസർമാർക്ക് അമ്മാർക്ക് എന്തെങ്കിലും കിട്ടും. അമ്മാർ ചുമ്മാതെ ഈ ഒരു ഫേക്കായിട്ടുള്ള സ്പ്രെഡ് ന്യൂസുകൾ ഇറക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ യൂട്യൂബർമാരുണ്ട്, അവന്മാരും ഇതുകൂട്ട് അങ്ങ് ഇറക്കും. അത് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവസാനം വന്നപ്പോൾ അറിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത WCoin ആണ്, പിന്നെ പോക്കറ്റ് ഫൈ, അതൊരു സ്കാമാണ്. അതെന്ന് വെച്ചാൽ മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക. ആ ഒരു $3 പോയാൽ പോയി, അന്ന് തിരിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല. ആ ഒരു പ്രൊജക്റ്റ് തന്നെ ഇപ്പം 1 ബില്യൺ സപ്ലൈ ഉള്ള ഓവർ പ്രോട്ടോകോൾ അല്ലെ സ്വാൻ, അതൊക്കെ അറിയാമായിരിക്കും. അതൊക്കെ 1 ബില്യൺ സപ്ലൈ ഇപ്പം ഇത്ര മില്യണേ ഉള്ളൂ സർക്കുലേറ്റിംഗ്, അല്ലെ 500 മില്യൺ സർക്കുലേറ്റിംഗ് ആയ സാധനം വരെ നല്ല രീതിയിൽ തന്നെ ഡംപായി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രൈസും ഇല്ലാതെ ഈ ഒരു ലെവൽ ഒരു 0.043 ഉള്ള പ്രൈസിലെങ്ങാണ്ടേ ഉള്ളൂ ഓവർ പ്രോട്ടോകോളൊക്കെ. അത് 1 ബില്യൺ സപ്ലൈ, ഇത്ര 500 മില്യൺ ഈ സർക്കുലേറ്റിംഗ് ഉള്ള സാധനം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക ഒരിക്കലും ഇല്ല. അപ്പോൾ ആളുകൾ പലതും പറയും ഇതുകൂട്ടുള്ള സ്കാമായിട്ടുള്ള ഒരുപാട് ടെലിഗ്രാമിൻ്റെ പ്രൊജക്റ്റ് ഒന്നും പങ്കെടുക്കാതിരിക്കുക, എല്ലാം സ്കാമാണ്. ഇപ്പോൾ ഒന്നും നമുക്കൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടെസ്റ്റ് നെറ്റ് കാര്യങ്ങൾ അതും ഇപ്പം ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു മാർക്കറ്റ് തന്നെ ഡംപായിരിക്കുകയാണ്. അപ്പം നമ്മളെ മാക്സിമം ഇവർ പിരിയാനായിട്ട് മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയും പണം മേടിക്കുക. അതൊക്കെയാണ് WCoin ചെയ്യുന്നത്, അല്ല പോക്കറ്റ് ഫൈ ചെയ്യുന്നത്. ഇപ്പോൾ പാവ്സും ചെയ്ത് അത് തന്നെയാണ്. അവർക്ക് കുറേ കാശുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർക്കത് കിട്ടി, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ടോമ ചെയ്ത് എന്തായിരുന്നു അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുകൂട്ടുള്ള ഒരുപാട് സ്കാമർമാർ കുറച്ച് റീച്ചിന് വേണ്ടിയൊക്കെ ഒരുപാട് ഇതുകൂട്ടുള്ള ഉടായിപ്പ് പ്രൊജക്റ്റിനെ പ്രൊമോഷൻ ചെയ്യും. നമ്മളിതൊന്നും ചെയ്യില്ല, അതുകൊണ്ടായിരിക്കും ഈ ഒരു ചാനൽ നമ്മൾ ഇനി ഇടയ്ക്ക് ചെയ്യുക അതുകൊണ്ടുള്ള സ്കാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം സ്കാമാണ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.